ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കൗതുകകരമായ കാര്യം കൂടിയുണ്ട്. അത് RK ദാമോദരൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹവും ഒരുപാട് പ്രസിദ്ധമായ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ളയാളാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഇത് വളരെ തിരക്കാണ്, അദ്ദേഹം ഇങ്ങനെ തൊഴുതിറങ്ങുമ്പോൾ ഒരു ഭക്ത, പ്രായമുള്ള ഒരമ്മ, ഈ അമ്മ വന്നിട്ട് ഈ RK ദാമോദരൻ മാഷെ കണ്ടിട്ട് പെട്ടെന്ന് കാല് തൊട്ട് വന്ദിച്ചു. അദ്ദേഹം ഞെട്ടി നിൽക്കുകയാണ്. എന്താ കാര്യം? അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ആളാണ് ഈ കാല് തൊട്ട് വന്ദിക്കുന്നത്. അപ്പൊ എന്താ അമ്മേ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കാല് തൊട്ട് വന്ദിച്ചത് അങ്ങെഴുതിയ പാട്ട്, ആ പാട്ട് ഓർത്തിട്ടാണ്. അതേത് പാട്ടാണ്? അത് ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ. ദാമോദരൻ മാഷ് പറഞ്ഞു, അത് ഞാനല്ല എഴുതിയത്, ചൊവ്വല്ലൂർ സാറാണ് എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ഈ പ്രണാമം അദ്ദേഹത്തിന് നൽകണം എന്ന് ആ അമ്മ പറഞ്ഞ് മറഞ്ഞുപോയി. അത് പിന്നീട് ഒരു പൊതുചടങ്ങിൽ ഇവർ പങ്കെടുക്കുമ്പോൾ, ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ, ആ ചടങ്ങിൽ വെച്ച് RK ദാമോദരൻ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷിന് ആ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ മനസ്സുകളെ കീഴടക്കിയ മനോഹരമായ പാട്ടാണ് ഒരു നേരമെങ്കിലും. എല്ലാ ഗാനവും, അതൊരു CD ആയി ഇറങ്ങിയപ്പോൾ അതിനകത്ത് മനോഹരമായ മറ്റു ചില പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാൽ എന്ന പോലെ എന്നുള്ള പാട്ട്. തിരുവാറന്മുള കൃഷ്ണ, തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നു, എൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ എന്ന പ്രസിദ്ധമായ പാട്ട്. അതുപോലെ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ എന്നുള്ള പാട്ട്. ഇങ്ങനെ അനേകം മനോഹരമായ പാട്ടുകൾ. ഈ പാട്ടുകളെല്ലാം എഴുതിച്ചത് ഭഗവാനാണ്, കൃഷ്ണനാണ്, ഗുരുവായൂരപ്പനാണ് എന്നാണ് ചൊവ്വല്ലൂർ മാഷ് പറയുന്നത്.